ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീറ്റ്റൂട്ട് റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഇതിന് വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കനം കുറച്ച് നീളത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരു ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു സവോള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് സമയം, ഏകദേശം ഒരു മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. ബീറ്റ്റൂട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് വേവാനായിട്ട് ഏകദേശം ഒരു 1/4 ഗ്ലാസോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒട്ടും കൂടി പോകരുത്, ഒരു 1/4 ഗ്ലാസോളം വെള്ളം മാത്രം മതി. അരിയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മാക്സിമം കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം. ഒട്ടും കട്ടി കൂട്ടിയെടുക്കരുത്. വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. വെള്ളം വറ്റുന്നത് വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നോക്കണം നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ടാന്ന്. ഇവിടെ ഇപ്പോൾ ഞാൻ മൂടി തുറന്ന് നോക്കിയപ്പോഴേക്കും അത്യാവശ്യം വെള്ളം വറ്റിയിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി വറ്റാനുള്ളതുപോലെ തോന്നിയത് കൊണ്ട് മൂടി വെക്കാണ്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കുവാണ്. ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ വറ്റാനുള്ളെങ്കിൽ നമ്മൾ വീണ്ടും മൂടി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഇളക്കി എടുത്താലും മതി തുറന്ന് വെച്ചുകൊണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മളൊരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ആ എരിവും ഈ മുളക് പൊടിയുടെ എരിവും കൂടി ആകുമ്പോൾ ഇത് കറക്റ്റ് ആയിക്കോളും. ഏകദേശം 1-2 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ രുചികരമായ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.